السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. ഏറെ ആദരണീയരായ സഹോദരീ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് ത്വാഹയിലെ 6-ാമത് ക്ലാസ്സിലാണ് ഇന്ന് നമ്മളുള്ളത്. നമുക്കിന്ന് ഓതി തുടങ്ങാനുള്ളത് 17-ാമത്തെ ആയത്ത് മുതൽക്കാണ്. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതും നമ്മൾ നേരത്തെ കേട്ടറിഞ്ഞ ചരിത്രവുമാണ്. പക്ഷെ ആധികാരികമായി നമ്മൾ അത് കേൾക്കുകയാണ് അല്ലെങ്കിൽ ഓതുകയാണ് എന്ന് മാത്രം. മൂസാ നബി അലൈഹിസ്സലാമയുടെ ജീവിത ചരിത്രമാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. അദ്ദേഹത്തോട് അള്ളാഹു സംസാരിക്കുന്ന ഭാഗത്ത് ആ ഭാഗമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത്. 17-ാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കുന്നു. വമാ തിൽക ബിയമീനിക യാ മൂസ ഖാല ഹിയ അസ്വായ അതവക്കഉ അലൈഹാ വഅഹുശ്ശു ബിഹാ അലാ ഗനമി വലിയ ഫീഹാ മആരിബു ഉഖ്റാ ഖാല അൽഖിഹാ യാ മൂസ فألقاها فإذا هي حية تسعى قال خذها ولا تخف سنعيدها سيرتها الأولى واضمم يدك إلى جناحك تخرج بيضاء من غير سوء آية أخرى وما تلك بيمينك يا موسى قال هي عصاي أتوكل عليها وأهش بها على غنمي ولي فيها مآرب أخرى قال ألقها يا موسى فألقاها فإذا هي حية تسعى قال خذها ولا تخف سنعيدها سيرتها الأولى واضمم يدك إلى جناحك تخرج بيضاء من غير سوء آية أخرى وما تلك بيمينك يا موسى. ഹേ മൂസ, നിന്റെ വലതു കൈയിലുള്ള ആ വസ്തു എന്താകുന്നു? മൂസ, അള്ളാഹു മൂസാ നബിയോട് ചോദിക്കുകയാണ്. ചെരുപ്പ് അഴിച്ചു വെച്ച് കാരണം താങ്കൾ ഒരു പരിശുദ്ധമായ താഴ്വരയിലാണ്. താങ്കളെ നാം പ്രവാചകനായി തെരഞ്ഞെടുക്കാൻ പോവുകയാണ്. ആ വിഷയങ്ങളാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, താങ്കൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ ഇതാ നൽകിക്കഴിഞ്ഞു. താങ്കൾ അള്ളാഹുവിന്റെ പ്രവാചകനായി നിയമിക്കപ്പെടുകയാണ് എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ അദ്ദേഹത്തെ കേൾപ്പിച്ചുകൊണ്ട് ആ സംസാരം തുടർന്നു പോവുകയാണ്. അള്ളാഹു വളരെ സിമ്പിളായിട്ടുള്ള വളരെ ചെറിയ ഒരു ചോദ്യമാണ്. വമാ തിൽക ബിയമീനിക യാ മൂസ, ഹേ മൂസ, നിന്റെ വലതു കൈയിലുള്ള ആ വസ്തു എന്താണ്? യമീനുൻ, വലത്, വലത് കൈ, വലത് ഭാഗം എന്നൊക്കെ പറയുന്ന വാക്കാണ് യമീനുൻ എന്നത് അറിയാലോ. അതിലുള്ള വാക്കുകളെ നമ്മൾ പരിചയപ്പെടുകയാണെങ്കിൽ വമാ എന്താണ് ചോദ്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാണ് മാ എന്നുള്ളത്. തിൽക്ക അത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തിൽക്ക സ്ത്രീലിംഗ രൂപത്തിൽ ദൂരെയുള്ള ഒരു വസ്തുവിന്
പറ്റി ചോദിക്കുന്നതിനാണ് തിൽക്ക എന്ന് ഉപയോഗിക്കുക. ദൂരെയുള്ള ഒരു വസ്തുവിനെ ചൂണ്ടി അതെന്താണ് എന്ന്, അത് പുല്ലിംഗമാണെങ്കിൽ നമ്മൾ ചോദിക്കുക ദാലിക എന്നാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് തിൽക്ക എന്നാണ്. അത് സ്ത്രീലിംഗ രൂപത്തിലുള്ള ഒരു പദം എന്നുള്ള നിലക്കാണ്. ബി യമീനിക്ക, താങ്കളുടെ വലത് കൈയിൽ. ബി എന്താണ് കൈയിൽ അല്ലെങ്കിൽ കൊണ്ട്. ക താങ്കളുടെ. യാ മൂസ, ഹേ മൂസ. യാ എന്നത് വിളിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് യാ എന്നുള്ളത്. അത് നോട്ട്സ് നോക്കിയാല് ഈ ആയത്തിന്റെ അർത്ഥം അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക്. ഇവിടെ ഒരു ചോദ്യമാണ് അള്ളാഹു ചോദിച്ചിരിക്കുന്നത്. പടച്ചോന് വിവരം അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണോ ഇത്? കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണോ? അള്ളാഹുവിന് അറിയാതിരിക്കില്ല. പക്ഷെ അതിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണോ അള്ളാഹു ഇവിടെ ചോദിച്ചത്? മൂസാ നബി അലൈഹിസ്സലാമയുടെ കയ്യിൽ വടിയാണ് ഉള്ളത് എന്ന് അള്ളാഹുവിന് തന്നെ അറിയില്ലേ? അറിയാം. പിന്നെ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുക? വടിയാണ്, പക്ഷെ അത് കേവലം ഒരു സാധാരണ വടി മാത്രമാണ്, ഒരു സാധാരണ വടി മാത്രമാണ് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയാണ്. വടി എന്നത് ഒരു വടി മാത്രമാണ് എന്ന വസ്തുത മൂസാ നബി അലൈഹിസ്സലാമയുടെ ഹൃദയത്തെ നന്നായി, അദ്ദേഹത്തെ തികച്ചും വളരെ കൃത്യമായി ആദ്യമായി ബോധ്യപ്പെടുത്തുകയാണ്. ചില നിസ്സാരമായ ഉപയോഗങ്ങളിൽ കവിഞ്ഞ് അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വേറെ ഉപകാരമൊന്നുമില്ല എന്ന് അദ്ദേഹത്തെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ് ആദ്യമായി ഇവിടെ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ മനുഷ്യന്റെ അറിവ് വളരെ വിരളമാണ്, പരിമിതമാണ്. അള്ളാഹു വെളിപ്പെടുത്താത്ത പല കാര്യങ്ങളും മനുഷ്യന് നൽകപ്പെട്ട പല സംഗതികളിലുമുണ്ട് എന്ന കാര്യം കൂടെ ഇതിലൂടെ മൂസാ നബിയെ അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നത് താങ്കളുടെ കയ്യിൽ എന്താണ് എന്ന്. ഇങ്ങനെ ഒരു നിസ്താര വസ്തുവിൽ നിന്ന് വളരെ മഹത്തായ ഒന്നിനെ വെളിപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോ ആ വസ്തുവിനെ മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിച്ച് ഇതെന്താണ് എന്ന് ചോദിക്കാറില്ലേ? മജീഷ്യന്മാരും മറ്റും ചോദിക്കാറില്ലേ? ആ ആളുകളെ ബോധ്യപ്പെടുത്തുകയാണ്. വളരെ നിസ്താരമായ ഒരു സംഗതിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ് എന്നുള്ള നിലക്ക് ചോദിച്ച് ബോധ്യപ്പെടുത്താറില്ലേ? അതേപോലെ വടിയുടെ നിസ്സാരത ബോധ്യപ്പെടുത്തി അതിൽ നിന്ന് വലിയ ദൃഷ്ടാന്തങ്ങൾ, അഥവാ പാമ്പാകുക, കടൽ പിളർത്തുക, പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുക എന്നിങ്ങനെയൊക്കെയുള്ള വലിയ അപാരമായ സംഗതികൾ അതുകൊണ്ട് വെളിപ്പെടാൻ പോകുന്നുണ്ട് എന്ന കാര്യം മൂസാ നബി അലൈഹിസ്സലാമയെ ബോധ്യപ്പെടുത്തുന്നതിന് മുമ്പ് ചോദിച്ചൊരു ചോദ്യമാണ് ഇത്. എന്താണ് താങ്കളുടെ കയ്യിലുള്ളത് എന്നത്. ഇവിടെ ചോദിച്ചത് വലത് കൈയിൽ എന്നാണ്. ആ പദത്തിന് ചില പ്രത്യേകതകളുണ്ട്. വലത് കൈക്ക് ചില പ്രത്യേകതകളുണ്ട്. സാധാരണ നമ്മള് മുസാഫഹത്ത് ചെയ്യ, കൈ കൊടുക്കുക, ഒരാളെ കണ്ടാൽ വേറൊരാളെ ആൾക്ക് കൈ കൊടുക്കുന്നതിനാണ് മുസാഫഹത്ത് ചെയ്യുക എന്ന് പറയാ. അത് വളരെ സുന്നത്തായിട്ടുള്ള ഒരു കാര്യമാണ്. ആ വലത് കൈയും വലത് കൈകൾ തമ്മിൽ ചേരുമ്പോ അവിടെ ഉണ്ടാകുന്നത് സ്നേഹത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും സമ്പർക്കത്തിന്റെയും ഒക്കെ അടയാളങ്ങളാണ്. അപ്പൊ ആ നിലക്ക് വലത് കൈ എന്ന് പറയുന്നത് സ്നേഹവും സ്വാതന്ത്ര്യഭാവവും സമ്പർക്കവും ഇതൊക്കെ അറിയിക്കുന്ന ഒരു സംഗതിയാണ് എന്ന് വിശദീകരിക്കേണ്ടതില്ലല്ലോ. അതേപോലെ വലത് കൈയിലാണ് ശുദ്ധമാണ് ആ വലത് കൈ. എപ്പോഴും വലത് കൈ എപ്പോഴും ശുദ്ധമായിരിക്കും. ആ വലത് കൈക്കാണ് നമ്മൾ സാധാരണ നമ്മുടെ ശരീരത്തിലെ മറ്റ് അവയവങ്ങളെക്കാൾ കൂടുതൽ ബലവും ശക്തിയും ഒക്കെ അതിനാണ് ഉണ്ടാവുക. വലത് കൈ കൊണ്ടാണ് നമ്മൾ ഒരാൾക്ക് ധർമ്മം ചെയ്യുന്നത്. വലത് കൈ കൊണ്ടാണ് നമ്മൾ ഒരാളെ സ്വീകരിക്കുന്നത്. അപ്പൊ അതിന് അതിൻ്റെതായ ശ്രേഷ്ഠതയുണ്ട് വലത് കൈ എന്ന് പറയുമ്പോൾ. മൂസാ നബിയോട്
താങ്കളുടെ വലത് കൈയിൽ എന്താണ് എന്ന് ചോദിച്ചത് കയ്യിൽ എന്താണ് എന്ന് ചോദിക്കുന്നതിന് പകരം വലത് കൈയിൽ എന്താണ് എന്ന് ചോദിച്ചത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു സംഗതി തന്നെയാണ് എന്നുള്ള നിലയ്ക്ക് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. ശരിയല്ലേ പറഞ്ഞത്? ഇനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അദ്ദേഹത്തിന്റെ പാഠങ്ങൾ പരിശോധിച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, ഇദാ അകല അഹദുക്കും ഫല്യഅകുൽ ബിയമീനിഹി വഇദാ ശരിബ ഫല്യശ്റബ് ബിയമീനിഹി ഫഇന്ന ശൈത്താന യഅകുലു വയശ്റബു ബിയസാരിഹി. നിങ്ങളിൽ ആരെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈകൊണ്ട് അവൻ കഴിച്ചുകൊള്ളട്ടെ. അവൻ പാനീയം കുടിക്കുകയാണെങ്കിൽ അവൻ വലത് കൈകൊണ്ട് അവന്റെ വെള്ളം അവൻ കുടിക്കട്ടെ. എന്ത് പാനീയമാണെങ്കിലും അവൻ അത് കുടിക്കട്ടെ. കാരണം ശൈത്താനാണ് ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ഒക്കെ പിശാചാണ്. പിശാച് അങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾ അതിൽ നിന്ന് വിപരീതമായി നിങ്ങളുടെ വലത് കൈയാണ് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഉപയോഗിക്കേണ്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വെറുതെയല്ല. അതുകൊണ്ട് അവസാനിച്ചില്ല. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ അവർ പറയുന്നുണ്ട്, കാനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅജിബുഹു അത്തയമ്മുനു ഫീ തനഖുലിഹി വതറജ്ജുലിഹി വതുഹൂരിഹി വഫീ ശൈനിഹി കുല്ലിഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പ് ധരിക്കുകയാണെങ്കിലും തലമുടി ചെയ്യുകയാണെങ്കിലും ശുചിത്വം പാലിക്കുകയാണെങ്കിലും മറ്റെല്ലാ നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുമ്പോഴും എല്ലാറ്റിലും തന്നെ വലതു ഭാഗം മുൻഗണന നൽകാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരുന്നു എന്ന് ഇമാം നബവി പറയുന്നത്. ഇസ്ലാമിന്റെ ഏത് വിഷയമെടുത്ത് പരിശോധിച്ചാലും അറിയപ്പെടുന്ന എല്ലാ നല്ല കാര്യങ്ങളിലും വലതു ഭാഗം ഉപയോഗിക്കണം എന്നതാണ് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ വലത് ഉപയോഗിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇതല്ല നമ്മുടെ വിഷയം. പക്ഷെ ഇവിടെ അള്ളാഹു പ്രത്യേകം മൂസാ നബി അലൈഹിസ്സലാമയോട് ചോദിച്ച സമയത്ത് താങ്കളുടെ വലത് കൈയിൽ എന്താണ് എന്ന് ചോദിച്ചതിന്റെ ആ പൊരുളിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഏറെ ചിന്തനീയമായ ഒരു വിഷയമാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ ഇവിടെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ ആ ചോദ്യത്തിന് നമ്മൾ പറഞ്ഞു, കേവലം ആ വടിയെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ പടച്ചോൻ അറിയാത്തതുകൊണ്ട് ചോദിച്ചൊരു സംഗതിയല്ല. മൂസാ നബിയെ അതൊരു കേവലം വടിയാണ്, വടി എന്നതൊരു വടി മാത്രമാണ് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ചോദ്യമാണ്. അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. അപ്പൊ അദ്ദേഹം അതിന് മറുപടി പറയാണ് ഇനി, ഖാല ഹിയ അസായ അതവക്കഉ അലൈഹാ വഅഹുശ്ശു ബിഹാ ലാ ഗനമി വലിയ ഫീഹാ മആരിബു ഉഖ്റാ. ഖാല ഹിയ അസായ അതവക്കഉ അലൈഹാ വഅഹുശ്ശു ബിഹാ ലാ ഗനമി വലിയ ഫീഹാ മആരിബു ഉഖ്റാ. അദ്ദേഹം പറഞ്ഞു, ഇത് എന്റെ വടിയാകുന്നു. അസായ, ഇതെന്റെ വടിയാകുന്നു. ഞാൻ അതിന്മേൽ ഊന്നി നിൽക്കുകയും അതവക്കഉ അലൈഹ, അതുകൊണ്ട് എന്റെ ആടുകൾക്ക് ഇല അടിച്ചു വീഴ്ത്തി കൊടുക്കുകയും ചെയ്യുന്നു. വഅഹുശ്ശു ബിഹാ അലാ ഗനമി വലിയ ഫീഹാ മആരിബു ഉഖ്റ, എനിക്ക് അതുകൊണ്ട് വേറെയും ചില ഉപയോഗങ്ങളുണ്ട്. അദ്ദേഹം അത് സംബന്ധിച്ച് വിശദീകരിക്കുന്നു. ആയത്തിലെ വാക്കുകൾ കാല അദ്ദേഹം പറഞ്ഞു ഒരു ഭൂതകാല ക്രിയയാണ്, പുല്ലിംഗാണ്, ഏകവചനത്തിലുള്ള ഒരു പദാണ്. ഹിയ, അത് എന്ന് പറയുമ്പോൾ അത് സ്ത്രീലിംഗായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. ആ വടിയാണ് അത് ഉദ്ദേശിക്കുന്നത്. അസ എന്നുള്ള വാക്കാണ് സ്ത്രീലിംഗായിട്ട് ഉപയോഗിച്ചത്. അസായ, എന്റെ വടി. അസ, അതിന് സ്വാദ് അലിഫ് എഴുതിയാൽ വടി എന്നാണ് അതിനർത്ഥം. അതിനെ കൂടെ അവസാനത്തിൽ യാ എന്ന് എഴുതിയത് എന്റെ എന്നർത്ഥത്തിലാണ്. അതവക്കവും, ഞാൻ ഊന്നുന്നു, വർത്തമാനകാല ക്രിയയാണ്. അതിന്റെ പ്രസന്റ് ടെൻസ് തവക്ക എന്നാണ്. അലൈഹ എന്നാൽ അതിന്മേൽ, അല ഹ രണ്ട് വാക്കാണ്. വഅഹുശ്ശു, ഞാൻ ഇല അടിച്ചു വീഴ്ത്തുന്നു.
വാ എന്നുണ്ട്, അഹുഷു എന്നുള്ളത് ഹഷ എന്ന വാക്കിൽ നിന്നാണ്. ഹഷ എന്നാൽ അടിച്ചു വീഴ്ത്തി എന്നാണ്. ബിഹ അതുകൊണ്ട്, ബി ഹ രണ്ട് വാക്കാണ്, രണ്ട് അർത്ഥമുള്ള പദങ്ങളാണ്, രണ്ട് അക്ഷരങ്ങളാണ് ബി ഹ എന്നുള്ളത്. അല ഹനമി, ഹനമിൻ ആട്, അല ഹനമി എന്റെ ആടുകൾക്ക്, വലിയ എനിക്കുണ്ട്, വലിയ മൂന്നക്ഷരങ്ങളാണ്, മൂന്നിനും പ്രത്യേക അർത്ഥമുള്ള മൂന്നക്ഷരങ്ങളാണ്. വ ലി യ, മൂന്നിനും അർത്ഥമുണ്ട്. വ അല്ലെങ്കിൽ കൂടാതെ, ലി ക്ക് അല്ലെങ്കിൽ വേണ്ടി, യ എന്ന് പറഞ്ഞ എനിക്ക്. അങ്ങനെ മൂന്ന് അക്ഷരങ്ങളും ഓരോ അക്ഷരത്തിനും അർത്ഥമുണ്ട്. അങ്ങനെ മൂന്ന് അക്ഷരങ്ങളാണ്, മൂന്നർത്ഥമുള്ള മൂന്ന് അക്ഷരങ്ങൾ ചേർന്നിട്ടുള്ള ഒരു വാക്കാണ് വലിയ എന്ന് പറയുന്നത്, എനിക്കുണ്ട് എന്ന്. ഫീഹ അതിൽ, ഫീഹ അതിൽ, മആരിബുൻ മഅറബത്തുൻ എന്നുള്ളതിന്റെ ബഹുവചനാണ്. അതിന്റെ അർത്ഥം ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഉപയോഗങ്ങൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉഖ്റ എന്ന് പറഞ്ഞാൽ മറ്റു ചില, വേറെ എന്നർത്ഥം. ഉഖ്റ എന്നുള്ളത് സ്ത്രീലിംഗ രൂപത്തിൽ ഉപയോഗിക്കുന്ന ഒരു വിശേഷണമാണ്. ഉഖ്റ വേറെ എന്നാണ് വാക്കിന്റെ അർത്ഥം. അതിന് നോട്ട്സിൽ നോക്കുക. അപ്പൊ ചോദ്യത്തിന് ഉത്തരം പറയാണ് മൂസാ നബി അലൈഹി സ്വലാം. ആദ്യം തന്നെ ആ വടി ഇതൊരു വടിയാണ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കയ്യിൽ എന്താണ്? ഒരു വടിയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം കഴിഞ്ഞു. പക്ഷെ അദ്ദേഹം അതിന്റെ കൂടെ തന്നെ ഒരു പദം കൂടെ ചേർത്തു, അത് എന്റെ വടിയാണ്. അസായ, അതെന്റെ വടിയാണ്, എന്റെ കൂടെയുള്ള. ഞാന് 8-10 വർഷം ആടുകളെ മേക്കുകയായിരുന്നു. അത് എന്റെ വിവാഹത്തിന്റെ ഒരു മഹറായിക്കൊണ്ട്, സ്ത്രീക്ക് കൊടുക്കേണ്ട ധനം, സ്ത്രീധനായിക്കൊണ്ട് ഞാൻ അവൾക്ക് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി അവരുടെ ആടുകളെ മേച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ കൂടെ ഉള്ള ഒരു വടിയാണത് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അസായ. അതുകൊണ്ടും അദ്ദേഹം മതിയാക്കുന്നില്ല. അതിന്റെ കൂടെ വേറെ ചില കാര്യങ്ങൾ കൂടെ അദ്ദേഹം പറഞ്ഞു. പിന്നെയും അദ്ദേഹത്തിന് പറയണമെന്നുണ്ട്. അങ്ങനെ ഏതായിരുന്നാലും അതിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇനിയും കുറെ കാര്യം പറഞ്ഞിരുന്നത് മര്യാദക്കേടായി പോവോ എന്ന് ഭയന്നിട്ട് വേറെയും ചില ആവശ്യങ്ങൾ അതുകൊണ്ടുണ്ട്. വലിയ ഫിയാ മആരിബ് ഉഖ്റ എന്ന് അദ്ദേഹം പറയാണ്. ഇവിടെ അള്ളാഹുമായിട്ട് സംഭാഷണം നടത്തുന്ന പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ വെച്ച് ഒരേ ഒരു വ്യക്തിയാണ് നേരിട്ട് അള്ളാഹുമായിട്ട് സംസാരിച്ചത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശ ലോകത്ത് ചെന്ന് അള്ളാഹുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് നേരിട്ടുള്ള സംസാരമല്ല, അതൊരു വഹീന്റെ അടിസ്ഥാനത്തിലുള്ള സംസാരമാണ് അവിടെ നടത്തുന്നത്. അതേപോലെ നമ്മൾ ഓരോരുത്തരും അള്ളാഹുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അത് നമസ്കാരത്തിലാണ് സംസാരിക്കുന്നത്. എന്റെ മുഖത്തെ റബ്ബെ ഞാൻ നിന്റെ നേരെ തിരിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പടച്ചവനോടുള്ള ഒരു സംഭാഷണമാണ്. പടച്ചവനോട് നമ്മൾ പല കാര്യങ്ങളും പറയുമ്പോ, പടച്ചവനെ നിനക്ക് വേണ്ടി ഞാൻ എന്റെ മുഖം നിലത്ത് വെച്ചിരിക്കുന്നു, നിനക്ക് വേണ്ടി ഞാൻ കുനിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോ, നിനക്ക് വേണ്ടി ഞാൻ വിലയപ്പെട്ടിരിക്കുന്നു, ഖശഅതു റകഅതു സജദ്തു എന്നൊക്കെ നമ്മൾ പറയുമ്പോ പടച്ചവനുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് അത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. അള്ളാഹു നേരിട്ട് ചോദിക്കുന്നത് പോലെ ഉള്ള, നേരിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. ആ ചോദ്യത്തിന് ആ ചോദ്യം അള്ളാഹുമായുള്ള സംസാരം എത്രയും മുന്നോട്ട് നീട്ടിക്കൊണ്ടുപോകാൻ സാധിച്ചാൽ അത് സാധ്യമാകട്ടെ എന്നുള്ള നിരക്കാണ് മൂസാ നബി അലൈഹി സ്വലാമയുടെ സംസാരം പോകുന്നത്. അത് എന്റെ വടിയാണ്, ഞാനതുകൊണ്ട് അതിൽ ഊന്നി നിൽക്കുന്നു. അതുകൊണ്ട് എന്റെ ആടുകൾക്ക് ഞാൻ ഇല തച്ച് വീഴ്ത്തി കൊടുക്കുകയും ചെയ്യുന്നു. വേറെയും ചില ഉപയോഗങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറയാം. അപ്പൊ 3 കാര്യങ്ങൾ അത് സംബന്ധിച്ച് പറഞ്ഞു. ഒന്ന്, പ്രധാനമായിട്ടും ഞാന് പലപ്പോഴും അത് ഊന്നി നിൽക്കാൻ ഉപയോഗിക്കുകയാണ്. രണ്ടാമത്തത്, ഞാൻ അതുകൊണ്ട് ആടുകൾക്ക് ഇല അടിച്ചു വീഴ്ത്തി കൊടുക്കാറുണ്ട്. അഹ്സു എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അഹ്ബിത്തു ബിഹ ഫഅദ്രിബു അഗ്സാന ശജർ എന്നാണ്. മരത്തിൽ നിന്നുള്ള ഇലകൾ ഞാൻ അടിച്ചു വീഴ്ത്തി കൊടുക്കുന്നു എന്ന്. പിന്നെ അങ്ങനെ
അങ്ങനെ വേറെയും ചില ഉപകാരങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അള്ളാഹു അതെന്താണ് എന്ന് ചോദിക്കും എന്നാണോ അങ്ങനെയാണല്ലോ ഉണ്ടാവേണ്ടത്. എന്നാ പിന്നെ അതെന്താ വേറെ ഉപകാരങ്ങളുള്ളത്, എന്താണ് പറയൂ എന്ന് മൂസ എന്ന് അള്ളാഹു ചോദിക്കാൻ നിന്നില്ല. എന്നാൽ പിന്നീട് അള്ളാഹു പറയുന്നത് അടുത്ത ആയത്തിൽ നമ്മൾ കാണുന്നത്, ശരിയെങ്കിൽ ആ വടി താങ്കൾ താഴെ ഇടൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു പിന്നീട് സംസാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശ്രദ്ധിക്കുക, ഈ വടിയെ സംബന്ധിച്ച് ഒരുപാട് ഇസ്രായേലിയാക്കൾ നിലവിലുണ്ട്. വടിയെ സംബന്ധിച്ച് ഒരുപാട് അന്ധവിശ്വാസങ്ങളും ശരിയല്ലാത്ത ഒരുപാട് കാര്യങ്ങളും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പലരും പല രൂപത്തിലും പറയുന്നതായിട്ട് വെക്കാറുണ്ട്. ഈ വടി മൂസാ നബിക്ക് രാത്രിയിൽ വെളിച്ചം നൽകുന്നതായിരുന്നു. മൂസാ നബി ഉറങ്ങുമ്പോൾ ആടുകളുടെ അടുത്ത് ഈ വടി കുത്തിവെച്ചാൽ ആടുകൾക്ക് ഒരു പരിരക്ഷയാകുമായിരുന്നു. അത് മൂസാ നബി ആടിനെ മേച്ചു പോകുന്നിടത്ത് അത് നാട്ടിവെച്ചാൽ അത് വൃക്ഷമായി മാറി അദ്ദേഹത്തിന് നിഴൽ നൽകുമായിരുന്നു. അത് ആദം നബി അലൈഹി സ്വലാമയുടെ കാലം തൊട്ട് തന്നെയുള്ള ഒരു വടിയാണ്, പ്രത്യേകതകൾ ഉള്ളതാണ്. ഇത് ഖിയാമത്തിന് മുമ്പ് പുറത്തു വരുന്ന ദാബത്തുൽ അർള്, ഭൂമിയിലെ ഒരു പ്രത്യേക ജീവിയാണ് ഈ വടി എന്ന് പറയുന്നത്. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. വളരെ എളുപ്പത്തിൽ ഈ കാര്യത്തിന് നമുക്ക് മറുപടി പറയാം. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ മൂസാ നബിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പ്രധാനപ്പെട്ട സംഗതി എന്ന് അറിയുന്ന ഒരു വിഷയമാണെങ്കിൽ, പിന്നെ ഈ വടി നിലത്തിട്ട് അത് വലിയൊരു പാമ്പായി മാറുമ്പോ മൂസാ നബി എന്തിനാ പേടിച്ച് പുറകോട്ട് ഓടിയത്? ഓടില്ലല്ലോ. അങ്ങനെ ഒരു സംഭവം ഇതിന്റെ ഒരുപാട് പ്രത്യേകമായ മഹാത്മ്യങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പിന്നെ മൂസാ നബി അലൈഹിസ്സലാം പേടിച്ച് പുറകോട്ട് ഓടുവോ? ഇല്ലല്ലോ. അപ്പൊ ഇതൊക്കെ തന്നെ ഇസ്രായേലിയാത്തുകളാണ്, കെട്ടിച്ചമച്ച കഥകളാണ് എന്നതിന് സംശയമില്ല. അതുകൂടെ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്താം എന്ന് മാത്രം. വലിയ വേറെയും ചില ഉപയോഗങ്ങളുണ്ട് എന്ന് പറഞ്ഞതിൽ അദ്ദേഹത്തിന് മറ്റു പലതരത്തിലുള്ള ഉപയോഗം, അതുകൊണ്ട് ഒരു വടി കൊണ്ടുണ്ടാക്കാവുന്ന പലതരത്തിലുള്ള ഉപകാരങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അത് എന്ത് എന്ന് നമ്മൾ ചികഞ്ഞന്വേഷിച്ച് വിശകലനം ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. പക്ഷെ അതുകൊണ്ട് വലിയ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതെന്താ? മൂസാ നബിയുടെ കൂടെ ഉണ്ടായിരുന്ന ബനൂ ഇസ്രായേൽ വിഭാഗം 12 ഗോത്രങ്ങളായിരുന്നു. അവർക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഓരോ ഉറവുകൾ വേണം, ഓരോ നദികൾ വേണം, ഓരോ ഉറവ ജലങ്ങൾ വേണമെന്ന് അവർ ആവശ്യപ്പെട്ടപ്പോ അങ്ങനെ അവസാനം സംഭവിക്കുന്ന കഥ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് അലിമ കുല്ലു നാസിൻ മശ്റബഹും കുലു വശ്റബു ബിർരിസ്ഖില്ലാ വലാ തഅസു ഫിൽ അർളി മുഫ്സിദീൻ സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്. അങ്ങനെ അള്ളാഹുവിനോട് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോ അള്ളാഹു പറഞ്ഞു, മൂസ നിന്റെ വടി കൊണ്ട് ആ പാറക്ക് അടിക്കുക. അങ്ങനെ അതിൽ നിന്ന് 12 ഉറവുകൾ പൊട്ടിയൊഴുകി. ജനങ്ങളിൽ ഓരോ വിഭാഗവും അവരവർക്ക് വെള്ളമെടുക്കാനുള്ള സ്ഥലങ്ങൾ മനസ്സിലാക്കി. അള്ളാഹുവിന്റെ ആഹാരത്തിൽ നിന്ന് നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളും എന്നൊക്കെ പറഞ്ഞ് ആ ആയത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ 12 ഉറവ് ജലം പൊട്ടിയൊഴുകിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ കൊടുത്ത ചിത്രം അതുമായിട്ട് ബന്ധപ്പെട്ട ചിത്രമൊന്നുമല്ല കേട്ടോ, അത് ഒരു സാങ്കല്പിക ചിത്രം മാത്രമാണ്. അതേപോലെ മറ്റൊരു വലിയൊരു ഉപകാരം, ഫിറഔൻ മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ പിന്നാലെ അദ്ദേഹത്തെയും അനുയായികളെയും പിടികൂടാൻ വേണ്ടി വന്നപ്പോ ആ ചെങ്കടലിന്റെ അടുക്കൽ വന്ന് മൂസാ നബി അലൈഹിസ്സലാം വേവലാതിയോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോ അള്ളാഹു പറയുന്നുണ്ട്, എന്ന് പറയുന്ന ആയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ സമുദ്രത്തിന് മൂസാ നബി അലൈഹി സ്വലാം അടിച്ചു.
അത് വലിയ രണ്ട് മലകളെ പോലെ മാറി നിന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന്. പിന്നെ ഇത് നമ്മൾ കണ്ടതുപോലെ മൂസാ നബിയുടെ ഫിറോവിന്റെ അടുക്കൽ നിന്ന് വലിയ സർപ്പമായി മാറുന്നു. അതേപോലെ അവിടെയുള്ള ജാലവിദ്യക്കാരുടെ അടുക്കലും വലിയ സർപ്പമായി മാറി അവരുണ്ടാക്കി തീർത്ത ആ തോന്നലുകളൊക്കെ അവരുണ്ടാക്കി തീർത്ത എല്ലാ സംഗതികളെയും ഒക്കെ നശിപ്പിക്കുന്ന തിന്നു കളയുന്ന ഒരവസ്ഥയുണ്ടായതൊക്കെ പിന്നീട് നോക്കിച്ചാൽ കാണാവുന്നതാണ്. അപ്പൊ സൂചിപ്പിച്ചത് ഇത് ഇത്തരത്തിലുള്ള ഒരുപാട് ഉപകാരങ്ങൾ മൂസാ നബി അലൈഹി സ്വലാം അവിടെ പറഞ്ഞു. വേറെയും ചില ഉപകാരങ്ങൾ അതുകൊണ്ടുണ്ട് എന്ന് സൂചിപ്പിച്ചു. ഈ ആയത്തുകളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് ഇമാം റാസി എടുത്തു പറയുന്ന ചിന്തനീയമായ വേറൊരു വിഷയമുണ്ട്. ഉന്നത സ്ഥാനീയനായ മൂസാ നബി അലൈഹിസ്സലാമക്ക് പോലും തന്റെ കയ്യിലുള്ള വടിയും കാലിലുള്ള ചെരിപ്പും ഉപേക്ഷിച്ച് അത് മാറ്റിവെക്കണമെന്ന് പറഞ്ഞപ്പോ അത് ഉപേക്ഷിച്ച് നിലത്തിടുക വടി, കാലിലുള്ള ചെരുപ്പ് മാറ്റി വെക്കുക എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോ അത് ഒഴിവാക്കാനും മാറ്റിവെക്കാനും ആ പറഞ്ഞ കൽപ്പനകൾ അങ്ങനെയൊക്കെ ചെയ്യാനും അദ്ദേഹം മുന്നോട്ട് വന്നു. അങ്ങനെയാകുമ്പോ അള്ളാഹുവിന്റെ സന്നിധിയിൽ എത്താൻ ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ അവിടെ ഉണ്ടായതെന്ന് ഭൗതിക ലോകത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ എന്ന് മാത്രം. എന്നിട്ട് നമ്മളോട് അദ്ദേഹം ചോദിക്കുന്ന ഒരു കാര്യം, പാപങ്ങളുടെ ഒരുപാട് ഭാരവുമായി നടക്കുന്ന നമുക്ക് അള്ളാഹുവിന്റെ സന്നിധിയിൽ എത്താൻ വേണ്ടി നമ്മൾ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ത്യജിക്കേണ്ടതായിട്ടുണ്ട്, പടച്ചവൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളോട് ത്യജിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത്, ആ കാര്യങ്ങൾ ഓരോന്നും ഒഴിവാക്കി ദേഹേച്ഛകളിൽ നിന്ന് പിന്മാറി അങ്ങനെയുള്ള ഒരു ജീവിതവുമായി മുന്നോട്ട് പോകേണ്ടതില്ലേ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നതായി കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഏതായിരുന്നാലും മൂസാ നബി അലൈഹിസ്സലാം ആ കാര്യങ്ങൾ പറഞ്ഞു. ഇതെന്റെ കയ്യിൽ വടിയാണ്, എന്റെ വടിയാണ് ഉള്ളത്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ അതിൽ ഊന്നി നിൽക്കാറുണ്ട്, അതുകൊണ്ട് ആളുകൾക്ക് ഇല അടിച്ചു വീഴ്ത്തി കൊടുക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് കേവലം മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് തന്റെ കയ്യിലുള്ളത് കേവലം ഒരു വടി മാത്രമാണ്, അതുകൊണ്ട് ഇത്ര ഉപകാരം ഉള്ളൂ, ഇത്ര തന്നെ ഉപകാരങ്ങളെ ഉള്ളൂ. പിന്നെ പ്രയാസപ്പെടുന്ന ക്ഷീണിക്കുന്ന സന്ദർഭങ്ങളിൽ അത് കുത്തി ഊന്നി നിൽക്കാൻ സാധിക്കുന്നതാണ്. പ്രായം ചെന്ന അത്യാവശ്യം പ്രായമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വടി നടന്നു പോകാനും നിൽക്കാനൊക്കെ ആവശ്യമായിരിക്കുമല്ലോ, അങ്ങനെയുള്ള ഒരു ഉപകാരം മാത്രം. അതേപോലെ എനിക്ക് കൈയെത്താത്തയിടത്ത് എന്റെ ആടുകൾക്ക് ഇലകൾ അടിച്ചു വീഴ്ത്തി കൊടുക്കാൻ പറ്റാവുന്ന രൂപത്തിലുള്ള ഒരു ഉപകാരം. ഇങ്ങനെ അതാണ് പ്രധാനമായിട്ടും ഇങ്ങനെ രണ്ട് ഉപകാരങ്ങൾ മാത്രം അദ്ദേഹത്തിന് പറയാറുള്ളൂ. ശരി, അള്ളാഹുവിന്റെ കൽപ്പന വരുന്നു, ഖാല അൽഖിഹാ യാ മൂസാ ഫഅൽഖാഹാ ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്ആ ഖാല അൽഖിഹാ യാ മൂസാ ഫഅൽഖാഹാ ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്ആ. അള്ളാഹു പറഞ്ഞു, ഹേ മൂസ, നീ ആ വടി താഴെ ഇടും. ഫഅൽഖാഹാ, അദ്ദേഹം അത് താഴെ ഇട്ടു. ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്ആ, അപ്പോൾ അതൊരു പാമ്പായി ഓടുന്നു. വാക്കിന്റെ അർത്ഥം അൽഖിഹ, അതിനെ ഇടുക, ഒരു കൽപ്പനക്രിയയാണ്. അൽഖി രണ്ട് വാക്ക്. ഫഅൽഖാഹ, അപ്പോൾ അദ്ദേഹം അതിനെ ഇട്ടു. അൽഖാ ഇട്ടു, അൽഖി നീ ഇടുക, അൽഖാ നീ അൽഖാ എന്ന് പറഞ്ഞാൽ ഇട്ടു. അദ്ദേഹം ചെയ്തു, അങ്ങനെ പ്രവൃത്തി ചെയ്തു. അൽഖി തന്നെ താങ്കൾ അതിനെ താഴോട്ട് ഇടുക. ഫഅൽഖാഹ, അങ്ങനെ അദ്ദേഹം അതിനെ താഴോട്ടിട്ടു. മൂന്ന് പിന്നെ വാക്കുകളുണ്ട് അതില്. ഫൈദ, അപ്പോഴാ പെട്ടെന്ന്, അപ്പോൾ ഇതാ പെട്ടെന്ന്. ഹയ്യത്തുൻ, വാക്കിന്റെ അർത്ഥം പാമ്പ്. ഹയ്യത്തുൻ പാമ്പ്. ഹയ്യൻ എന്നൊക്കെ പറഞ്ഞ ജീവനുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. ഇവിടെ ഹയ്യത്തുൻ പാമ്പ് എന്നാണ് അർത്ഥം. തസ്ആ, അത് സഞ്ചരിക്കുന്നു. തസ്ആ, അത് സഞ്ചരിക്കുന്നു എന്നും അത് വേഗത്തിൽ ഓടുന്നു എന്നർത്ഥമുണ്ട്. ഒരു വർത്തമാനകാല ക്രിയയാണ്. അതിന്റെ പ്രസന്റ് ടെൻസ് കഴിഞ്ഞ കാല ക്രിയ സൂചിപ്പിക്കുന്ന വാക്ക് സാ എന്നാണ്, ഓടി എന്നാണ്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പരിശ്രമിച്ചു എന്ന് അർത്ഥം അതിനുണ്ട്. അത് നമ്മൾ വേറെ പല സ്ഥലങ്ങളിൽ പഠിച്ചതാണ്. ഇതാണ് അതിനുള്ള വാക്കുകൾ. ഇതിനെ സംബന്ധിച്ച്
ഈ മൂസാ നബിയുടെ വടി പാമ്പായതിനെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹയ്യത്തുൻ എന്നാണ്. വേറെ ചില ഭാഗങ്ങളിൽ പറഞ്ഞത് നമ്മൾ മദ്രസയിലൊക്കെ സ്കൂളിലൊക്കെ പഠിച്ച പദങ്ങളായിരിക്കും. വലിയ പെരുമ്പാമ്പ് എന്ന അർത്ഥത്തിൽ സുഅ്ബാനൻ. സൂറത്തുൽ അറാഫിലും സൂറത്ത് ഷുആറയിലും ഒക്കെ സുഅ്ബാനൻ എന്നാ പറഞ്ഞത്. വേറെ ചില ഭാഗങ്ങളില് ജാന്നുൻ എന്നാ പറഞ്ഞത്. ജാന്നുൻ എന്നാ പറഞ്ഞത്, ചെറിയ പാമ്പ്. വൽഖി അസാക്ക, താങ്കളുടെ വടിയെ ഇടുക. അങ്ങനെ ഒരു ജാന്നുൻ, ഒരു ചെറിയ പാമ്പിനെ പോലെ ആയപ്പോ വല്ല മുദിബിറൻ വലയുഅഖിബ്, അദ്ദേഹം തിരിഞ്ഞു നോക്കാതെ ഓടി എന്ന് പറയുന്നുണ്ട് സൂറത്തുൽ നംലിൽ. വേറെയും ആയത്തുകളിൽ സൂറത്തുൽ ഖസസിലും അതേപോലെ തന്നെ വല്ലാ മുദിബിറൻ വലയുഅഖിബ് യാ മൂസാ അഖ്ബിൽ വലാ തഖഫ് ഇന്നക മിനൽ ആമിനീൻ എന്ന് അല്ലാഹു പറഞ്ഞു എന്ന് സൂറത്തുൽ ഖസസിലും പറഞ്ഞത് ജാന്നുൻ എന്ന വാക്ക് ഉപയോഗിച്ചു. അപ്പൊ 3 വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഈ പാമ്പിനെ സംബന്ധിച്ച്. ഒന്ന് സോബാനുൻ എന്നാണ്, മറ്റൊന്ന് ജാന്നുൻ എന്നാണ്, മറ്റൊന്ന് ഹയ്യത്തുൻ എന്ന 3 രൂപത്തിലാണ് ഉപയോഗിച്ചത്. സോബാനുൻ എന്ന് പറഞ്ഞാൽ പെരുമ്പാമ്പ് തന്നെയാണ്. അവിടെ ആ ഒരു പെരുമ്പാമ്പായിട്ട് മാറിയിട്ടാണ് അവിടെ ആൾക്കാരായിട്ടുള്ള ജാലവിദ്യക്കാര്, ഒരുപാട് ആൾക്കാര്, ഒരുപാട് സർപ്പങ്ങളെ അവിടെ ഉണ്ടാക്കിയപ്പോ അതിനെല്ലാം പോയി പിടിച്ചിട്ട് കളഞ്ഞ്. അപ്പൊ പെരുമ്പാമ്പായിരുന്നത്. ചെറു സർപ്പം പോലെയുള്ളതിനാണ് ജാന്നുൻ എന്ന് പറയുക. ആദ്യം മൂസാ നബി കിട്ടപ്പുണ്ടായിരുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ഒരു ചെറിയ പാമ്പിനെ പോലെയായിരുന്നു, പെരുമ്പാമ്പിനെ പോലെയുള്ള സംഗതിയായിരുന്നില്ല. പക്ഷെ അത് വേഗത്തിൽ ഓടുന്നുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഹയ്യത്തുൻ തസ്ആ എന്ന് പറയുന്നത്. വേഗത്തിൽ ഓടുന്ന ഒരു പാമ്പായിരുന്നു എന്ന് പറഞ്ഞത്. വേറൊരു പാമ്പിനെ സംബന്ധിച്ച് ഹദീസിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് ഇതിന്റെ വേറെ ചില കാര്യങ്ങൾ കൂടെ നമുക്ക് സൂചിപ്പിക്കാം. എന്താണെന്നറിയോ? യുജാഉ യൗമൽ ഖിയാമത്തി ബിസാഹിബിൽ മാൽ അല്ലദീ ലം യുഅദ്ദി സകാത്തഹു വയുഅതാ ബിദാലിക്കൽ മാൽ അലാ സൂറത്തി ശുജാഇൻ നഖറ. ശുജാഇൻ നഖറ ഉപയോഗിച്ചിട്ടുണ്ട് ഹദീസിൽ. ശുജാഇൻ നഖറ, ശുജാഇയ എന്ന് പറയുന്നില്ലേ, ആ വാക്ക് ശുജാഇൻ നഖറ. ഒരാള് പരലോകത്ത് കൊണ്ടുവരപ്പെടുക, വലിയ സമ്പത്തുള്ള മനുഷ്യനാ, ബിസാഹിബിൽ മാൽ, കുറെ പണമുള്ള ഒരു മനുഷ്യനാ. പക്ഷേ ലം യുഅദ്ദി സകാത്തഹു, അതിന്റെ സക്കാത്ത് കൊടുത്തിട്ടില്ല. അപ്പോ വയൂത്തി ബിദാലിക്കൽ മാൽ, ആ സക്കാത്ത് കൊടുക്കാത്ത സമ്പത്ത് എന്തൊക്കെയാണോ അതെല്ലാം കൊണ്ടുവരപ്പെടുന്നത് അലാ സൂറത്ത് ശുജാഇൻ നഖറ എന്ന ഒരു വലിയ ഉഗ്രവിഷമുള്ള പണം വിടർത്തി നിൽക്കുന്ന വലിയൊരു സർപ്പം പോലെ ആണ് ആ സമ്പത്ത് മുഴുവനും പരലോകത്ത് കൊണ്ടുവരപ്പെടുന്നത് എന്ന്. ഏതൊക്കെ മുതലിനാണോ സക്കാത്ത് കൊടുക്കാതിരുന്നത് ആ മുതലുകൾ ഓരോന്നും തന്റെ നേരെ ആഞ്ഞുകൊത്തുന്ന, പണം വിരിച്ചു നിൽക്കുന്ന വലിയ സർപ്പമായി പരലോകത്ത് എത്തിവന്ന് അവനെ കൊത്തുകയാണ്, ആഞ്ഞുകൊത്തുകയാണ്. ഞാൻ ആ മുതലാണ്, ഞാൻ ഈ മുതലാണ്, ഞാൻ ആ പണമാണ്, ഞാൻ ഈ സംഗതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ഈ വലിയ ഉഗ്രവിഷമുള്ള സർപ്പങ്ങളും അവൻ ആഞ്ഞുകൊത്തുന്നു എന്നതിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മറ്റൊരു തരത്തിലുള്ള വാക്കാണ് എന്ന് ജസ്റ്റ് പറഞ്ഞു പോയി എന്ന് മാത്രം. ഹയ്യത്തുൻ തസ്ആ, ഒരു സഞ്ചരിക്കുന്ന, ഓടുന്ന, വേഗതയിൽ ഓടുന്ന ഒരു സർപ്പം ആയി മാറുന്ന ഒരു വടി അദ്ദേഹത്തിന് നൽകി. ഒരു ലക്ഷ്യം അദ്ദേഹത്തിന് നൽകി, ഒരു തെളിവ് അദ്ദേഹത്തിന് നൽകി. കാരണം ഈ മഹത്തായ ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഫസ്റ്റിൽ അദ്ദേഹത്തെ നേരിട്ട് കാണിച്ചു കൊടുത്തി, അദ്ദേഹത്തെ പരിചയപ്പെടുത്തി, പറവയുടെ മുമ്പിലേക്ക് ചെന്ന് രണ്ടാമത് ഒന്നുകൂടെ വടി നിരത്തിട്ട് അദ്ദേഹത്തിന് ചെറിയൊരു പരിചയം കൂടെ വന്നു. വീണ്ടും വലിയ തരത്തിൽ ഉള്ള ഒരു മത്സരത്തിന് വേണ്ടി ഒരുങ്ങേണ്ട ഒരു ഘട്ടം വരുമ്പോ അവിടെ അദ്ദേഹം ഒരിക്കലും പതറാൻ പാടില്ല എന്നുള്ള നിലക്കുള്ള അദ്ദേഹത്തിനുള്ള ഒരു പരിശീലനം എന്നുള്ള നിലക്ക് അദ്ദേഹത്തെ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. വളരെ ഗൗരവമായ ഒരു കൃത്യം നിർവഹിക്കാനാണ് മൂസാ നബി അലൈഹിസ്സലാം നിയുക്തനാകുന്നത്.
അതിനു വേണ്ടുന്ന ലക്ഷ്യമാണ്, അതിനു വേണ്ടുന്ന അധികാരമാണ്, അതിനു വേണ്ടുന്ന വചനങ്ങളാണ് ഈ അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ എന്ന് പറയുന്നത്. എന്നിട്ട് ഇതുമായി അദ്ദേഹം ആരിലേക്കാണ് നിയോഗിക്കപ്പെടുന്നത്? അവരുടെ അടുക്കലേക്ക് പോകണം. പ്രത്യേകിച്ച് സ്വച്ഛാധിപതിയായ ഒരു ഭരണകർത്താവാണ് അവിടെ രാജ്യം ഭരിക്കുന്നത്, ഫറോവ. ആ ഫറോവയെ നേരിടുന്നതിന് ഇവിടെ നൽകപ്പെടുന്നത് ഇത്രയും വമ്പിച്ച ഒരു വലിയ സർപ്പം. അതിനെയാണ് ആ ഫറോവയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. മൂസാ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രശ്നമുണ്ട്. ഫറോവയുടെ കൊട്ടാരത്തിൽ വളർന്നതാണ്. പിന്നീട് അവിടെ നിന്ന് ഒരു ചെറിയ അടിപിടി കേസിൽ അദ്ദേഹം നാട് വിട്ടു പോരുകയാണ്. തന്നെ വളർത്തിയത്, തനിക്ക് ഭക്ഷണം നൽകിയത്, തന്റെ കാര്യങ്ങളൊക്കെ നോക്കിയത് ഈ കൊട്ടാരവാസികളാണ്. ഫറോവയാണ് അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ചെയ്തു കൊടുക്കുന്നത്. എങ്കിലും അവിടെ ഒരു വലിയ കേസ് നിലനിൽക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും അദ്ദേഹത്തിന് ചില ഭയപ്പാടുകളുണ്ട്. ആ ഭയപ്പാടുകൾ തീരണം. ഇവിടെ വലിയൊരു സർപ്പത്തെ കണ്ട് പേടിച്ചോടിയ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹു സ്വാന്തനപ്പെടുത്തുന്നുണ്ട്. പേടിക്കണ്ട, ഓടണ്ട, പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് പറയുന്ന ആ ഭാഗങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രവേശിക്കുന്നതാണ്. ആ ഭയങ്കരമായ ഒരുപാട് വിഷമങ്ങളും പ്രതിബന്ധങ്ങളും അദ്ദേഹത്തിന് തരണം ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളത് സ്വാഭാവികമാണ്. ഇത്തരം ഒരവസ്ഥയിലാണല്ലോ മൂസാ നബി അലൈഹി സ്വലാം അവിടെ നിന്ന് പോന്നിട്ടുള്ളത്. ഇവിടെ പറഞ്ഞത് ഹയ്യത്തുൻ തസ്ആ എന്നാണ്. ഹയ്യത്തുൻ തസ്ആ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം മറ്റൊരർത്ഥത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഹയ്യത്ത്, നേരത്തെ നമ്മൾ പറഞ്ഞു ഹയ്യൻ എന്നൊക്കെ പറയുമ്പോൾ ജീവനുള്ളത് എന്ന് അർത്ഥം നമ്മൾ പറഞ്ഞല്ലോ. തസ്ആ എന്നുള്ളതിന് സാ എന്ന് പറഞ്ഞ ഓടുന്നത് എന്നും നമ്മൾ പറഞ്ഞല്ലോ, ജീവാത്മ. അപ്പൊ ഇവിടെ ഹയ്യത്തുൻ തസ്ആ എന്ന് പറഞ്ഞത് ജീവസുറ്റ ചലനത്തെയും ഇത് യാഥാർത്ഥ്യമാണ് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. വെറുതെ ഒരു രൂപമാറ്റം സംഭവിക്കുക മാത്രമല്ല ചെയ്തത്, അത് ജീവനുള്ളതുപോലെ, ജീവനുള്ള ഒരു പാമ്പ് ഓടുന്നത് പോലെ വളരെ വേഗത്തിൽ തന്നെ ഓടുന്നതായിരുന്നു. അതൊരു വെറും കാഴ്ചയുടെ ഒരു മായയായിരുന്നില്ല, മറിച്ച് യഥാർത്ഥത്തിലുള്ള ഒരു മാറ്റമായിരുന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനാണ് പ്രത്യേകിച്ച് ഈ ഹയ്യത്തുൻ തസ്ആ എന്ന കാര്യം അല്ലാഹു ഇവിടെ എടുത്തു പറഞ്ഞത്. ഇനി നമ്മൾ ഇതിനൊന്ന് വിശകലനം ചെയ്തു നോക്കുന്നു. കേവലം ഒരു മരക്കഷ്ണം, ആ മരക്കഷ്ണം ജീവസുറ്റതും ചലിക്കുന്നതുമായ ഒരു പാമ്പായി മാറുകയാണ്. നമ്മളാരെങ്കിലും സങ്കല്പിക്കുക, നമ്മുടെ കയ്യിലുള്ള കേവലം കുത്തി നടക്കുന്ന ഒരു വടി അത് നിലത്തിട്ടാൽ ഇങ്ങനെ ഉഗ്ര വിഷമുള്ള ഒരു സർപ്പമായി മാറുമെന്ന് സങ്കല്പിക്കാൻ ആർക്കെങ്കിലും സാധിക്കോ? അള്ളാഹുവിന്റെ സൃഷ്ടിപരമായ കഴിവ്, പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ അടിസ്ഥാന സ്വഭാവത്തെ പോലും മാറ്റാനുള്ള പടച്ചവന്റെ ശക്തി നമ്മൾ തിരിച്ചറിയാനുള്ള ഒരു നിർദ്ദേശമായിട്ട് നമ്മൾ ഇതിനെ കാണണം. മൂസാ നബി അലൈഹി സ്വലാമക്ക് ഭാവിയിൽ ഏറ്റെടുക്കേണ്ടി വരുന്ന വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള മാനസികമായ ഒരു തയ്യാറെടുപ്പാണ് ഇവിടെ നടത്തപ്പെടുന്നത്. കാരണം പടച്ചവന്റെ ശക്തി നേരിട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയാണ്. എന്നെ സഹായിക്കാൻ അള്ളാഹു ഉണ്ടാകുമെന്ന്. എന്റെ കയ്യിലുള്ള കേവലം ഒരു മരക്കഷ്ണം അതിന് ജീവൻ നൽകി ഈ രൂപത്തിലാക്കാൻ സാധിക്കുന്ന പടച്ചവൻ എന്റെ കൂടെ ഉണ്ടാകുമ്പം ഞാനെന്തിനു ഭയപ്പെടണം? എല്ലാ പ്രതിസന്ധിയിലും അള്ളാഹു എന്റെ കൂടെ ഉണ്ടാകുമെന്ന ബോധ്യം മൂസാ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള നിലക്കാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. പക്ഷെ നമ്മളോടിത് പറഞ്ഞപ്പോ നമുക്കിതിനെ വിശ്വാസത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം. നമ്മുടെ വിശ്വാസം ദൃഢീകരിക്കാൻ, നമ്മുടെ വിശ്വാസം ഉറപ്പിക്കാൻ നമ്മെ സംബന്ധിച്ച് സാധിക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരുപാട് വസ്തുക്കളുണ്ട്. ആ വസ്തുക്കളുടെ പലപ്പോഴുമുള്ള ഉപകാരം അള്ളാഹുവാണ് നമുക്കത് നിശ്ചയിച്ചിരിക്കുന്നത്. അതിനേക്കാളൊക്കെ ഒരുപാട് ഉപകാരം അത് മറ്റുള്ളവരുടെ കയ്യിൽ കിട്ടിയാലുണ്ടാകും, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് വന്നാൽ അതുകൊണ്ടുണ്ടാകും. കേവലമായ സാധനങ്ങൾ നമുക്കൊരു ഉപകാരവുമില്ല എന്നതിന്റെ പേരിൽ അത് വലിച്ചെറിയാതിരിക്കുക, അതിനെ നിസ്സാരമായി കാണാതിരിക്കുക.
അതിന് വേണ്ടുന്ന തരത്തിലുള്ള അടിസ്ഥാനപരമായി നൽകേണ്ട അതിന്റെ പ്രാധാന്യം നൽകുന്നതിൽ നിന്ന് നമ്മൾ ഒരിക്കലും അതിന് കുറവ് കാണിക്കാതിരിക്കുക. മറ്റു പലർക്കും അത് ഉപകാരപ്പെട്ടേക്കാം, മറ്റു പലർക്കും അതുകൊണ്ട് ഉപയോഗം ഉണ്ടായേക്കാം. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഓരോ വസ്തുവിന്റെയും, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, അതിന്റെ വില നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ വിശ്വാസത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് നമുക്കിതിനെ വിലയിരുത്താൻ സാധിക്കണം. ജഡത്തെ ജീവനുള്ളതാക്കാൻ, ജീവനുള്ളതിനെ ജഡമാക്കാൻ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അതിന് വീണ്ടും ജീവൻ നൽകാൻ, ജീവനുള്ള നമ്മെ കേവലം ജീവനില്ലാത്ത ജഡങ്ങളാക്കി മാറ്റാൻ കഴിവുള്ളവനാണല്ലോ പടച്ച റബ്ബ് എന്ന് തിരിച്ചറിയാൻ സാധിക്കണം. അള്ളാഹുവിന് ഒരു വസ്തുവിനെ അതിന്റെ അടിസ്ഥാന സ്വഭാവത്തിൽ നിന്ന് മാറ്റി മറ്റൊന്നാക്കാൻ ഒരു പ്രയാസവുമില്ല. ഇത് ഈ ഒരു വിശ്വാസം, ഫിറഔനിന്റെ ശക്തിയും അവന്റെ അധികാരവും അതൊക്കെ എത്ര വലുതാണെങ്കിലും ഈ ഫറോവമാരുടെ മുഴുവനും അധികാരവും ശക്തിയുമൊക്കെ നിഷ്പ്രയാസം നശിപ്പിക്കാനും ഇല്ലാണ്ടാക്കാനും നിഷ്പ്രഭമാക്കാനും അള്ളാഹുവിന് സാധിക്കുമെന്ന വിശ്വാസം നമ്മുടെ മുമ്പിലുണ്ടാകണം. ഇവിടെ വലിയ വലിയ ഫറോവമാരുണ്ട് ലോകത്ത്. ആ ഫറോവമാർ വിചാരിക്കുന്നത് അവർ തന്നെയാണ് ലോകമെന്നാണ്. അവർ വിചാരിച്ചതൊക്കെ തന്നെയാണ് ലോകത്ത് നടക്കേണ്ടത് എന്നാണ് വിചാരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഫറോവമാരെയും നമ്പൂതുമാരെയും അവരുടെ ശക്തിയും അധികാരവും അതൊക്കെ വളരെ നിഷ്പ്രയാസം അത് അള്ളാഹു ഒന്നുമല്ലാണ്ടാക്കിയ സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് ഈ ആയത്തിലൂടെ ചെയ്യുന്നത് എന്നാണ് ഇവിടെ ഉണർത്തുന്നത്. നീട്ടിക്കൊണ്ടുപോവല്ല. അതിന്റെ അടുത്ത ആയത്ത് പെട്ടെന്ന് പറഞ്ഞു പോകാൻ തോന്നുന്നു. قال خذها ولا تخف سنعيدها سيرتها الأولى. അള്ളാഹു പറഞ്ഞു, അവൻ പറഞ്ഞു, അതിനെ പിടിച്ചുകൊള്ളുക, വലാ തഖഫ്, പേടിക്കേണ്ട, സനുഈദുഹ, നാം അതിനെ അതിന്റെ സീറത്തഹൽ ഊല, ആദ്യ സ്ഥിതിയിലേക്ക് തന്നെ മടക്കുന്നതാണ് എന്ന് പറഞ്ഞു. വാക്കുകൾ അല, അവൻ പറഞ്ഞു, അള്ളാഹു പറഞ്ഞു. ഖുദ്ഹ, രണ്ടക്ഷരങ്ങൾ, ഖുദ് എന്നും ഹ എന്നും, അതിനെ പിടിക്കൂ എന്ന്. വ എന്ന് വാക്കിന് അർത്ഥം നിങ്ങൾക്കറിയാം, ആൻഡ് എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ കൂടാതെ എന്ന് ഉപയോഗിക്കുന്ന വാക്ക്. ലാ തഖഫ്, നീ ഭയപ്പെടരുത്. ലാ എന്നാൽ ഇല്ല, അരുത്. തഖഫ്, നീ ഭയപ്പെടുന്നു. ലാ തഖഫ്, നീ ഭയപ്പെടരുത്. സനുഈദുഹ, നാം അതിനെ മടക്കും. സ നുഈദുഹ, മൂന്ന് വാക്കുകൾ. സ ഭാവിയെ കുറിക്കുന്നു. നുഈദു എന്നാൽ നാം മടക്കും എന്നാണ് അർത്ഥം. ഹ എന്നാൽ അതിനെ, നാം അതിനെ മടക്കും. സീറത്തഹ, അതിന്റെ അവസ്ഥയിലേക്ക്. സീറത്തുൻ, അവസ്ഥ. ഹ, അതിന്റെ. സീറത്തഹ, അതിന്റെ അവസ്ഥ, പൂർവസ്ഥിതി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അൽ ഊല, അൽ ഊല എന്ന് പറഞ്ഞാൽ ആദ്യത്തെ. എന്നത് ഒരു കാര്യത്തെ പ്രത്യേകം വ്യക്തമാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. ഒന്നാമത്തെ എന്ന അർത്ഥത്തിൽ ആണ് അതിന്റെ പൂർവസ്ഥിതിയിലേക്ക് എന്നെ മടക്കുന്നതാണ്. അപ്പൊ എന്താ അള്ളാഹു പറഞ്ഞത്? നീ അതിനെ പിടിക്കൂ, പേടിക്കണ്ട. നീ പേടിക്കണ്ട, പിടിക്കൂ എന്നല്ല, നീ പിടിക്കൂ, പേടിക്കണ്ട. ആദ്യം പറഞ്ഞത് ആ ഒരു സംഗതി ചെയ്യാനാണ്. എന്നിട്ടാണ് മൂസാ നബിയോട് പറഞ്ഞത് നീ പേടിക്കണ്ട എന്ന് പറഞ്ഞത്. നീ അതിനെ പിടിക്കൂ, നീ പേടിക്കണ്ട എന്നൊരു കൽപ്പനയാണ് കൊടുക്കുന്നത്. ആ പിടിച്ചുകൊള്ളുക എന്ന ആദ്യക്രിയ ഉപയോഗിച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമാകാൻ മനുഷ്യൻ ബാധ്യസ്ഥരാണ് എന്നതിന്റെ സൂചനയാണ്. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് മനുഷ്യൻ അതിന് വിധേയമാകേണ്ടത് മനുഷ്യന്റെ ബാധ്യതയാണ്. ആദ്യം നീ പേടിക്കണ്ട, ഞാൻ അതിന്റെ അവസ്ഥയിലേക്ക് എന്നെ മാറ്റിക്കോളും, നീ അതിനെ പോയി പിടിച്ചോളൂ എന്ന് പറയുന്നതിന് പകരം പക്ഷി തന്നെ അള്ളാഹുവിന്റെ കൽപ്പന വരുന്നു, നീ അതിനെ പിടിച്ചുകൊള്ളുക. സീറത്തഹൽ ഊല എന്ന് പറഞ്ഞാൽ അസീറത്ത് എന്നുള്ള മിനസൈർ, സൈർ എന്നുള്ള വാക്കിൽ നിന്നാണ് കറുക്കുബത്ത് മിനർ റുക്കൂബ്, റുക്കൂബ് എന്ന വാക്കിൽ നിന്ന് റുക്കുബത്ത് എന്ന സഞ്ചരിക്കുക എന്ന വാക്കിൽ നിന്ന് സഞ്ചരിക്കുന്നത്, വാഹനം എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് പോലെയുള്ളൊരു സീറത്തുൻ എന്നത് അവിടെ ഉപയോഗിക്കുന്നത് അവസ്ഥ എന്നാണ്. അലൂല മുമ്പുണ്ടായിരുന്ന അവസ്ഥ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ
നമ്മൾ പറയേണ്ടതായ മറ്റൊരു സംഗതി കൂടെ ഉണ്ടായിരുന്നു. ഷേഖ് അബുൽ ഖാസിമുൽ അൻസാരി റഹ്മഹുല്ല പറയുന്നുണ്ട്, മൂസാ നബി അലൈഹി സ്വലാം പേടിച്ചല്ലോ. മൂസാ നബി അലൈഹിസ്സലാം ആ പാമ്പിനെ കണ്ട് പേടിച്ചു എന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ നുബുവത്തിന്റെ ഏറ്റവും വലിയ സംഗതി എന്ന് പറയുന്നത്. ഒരു സാഹിറായ മനുഷ്യനാണെങ്കിൽ, ഒരു മാരണക്കാരനോ ജ്യോത്സ്യനോ ഒക്കെ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്കറിയാം ഞാൻ ചെയ്യുന്നതൊക്കെ വെറും ജാലവിദ്യകളാണ്, മാരണമാണ്, ഒരു ഉപകാരമില്ലാത്തതാണ്, അതുകൊണ്ട് യാതൊരു ഹക്കീക്കത്തും ഇല്ലാത്തതാണ് എന്ന് ഏത് സാഹിറിനും അറിയാം. അതുകൊണ്ട് അയാൾ പേടിക്കില്ലല്ലോ. അപ്പൊ ഇതൊരു സാഹിറല്ല എന്നുള്ളത് ഒരു പ്രവാചകനാണ് എന്ന് ബോധ്യപ്പെടാൻ ഇത് തന്നെ മതി, അദ്ദേഹത്തിന്റെ ഈ ഭയപ്പാടുകൾ തന്നെ മതി എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഭയപ്പെടേണ്ടത് എന്ന ഈ കൽപ്പന രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന്, പാമ്പിനെ പിടിക്കുമ്പോ അത് മൂസാ നബി അലൈഹി സ്വലാമക്ക് ഹാനിയൊന്നും വരുത്തില്ല. അത് പിടിക്കുമ്പോ നിന്നെ ആഞ്ഞു കൊത്തൂല. പിടിച്ചോ എന്ന് പറഞ്ഞാൽ നിനക്ക് സമാധാനമായി അങ്ങനെ ചെയ്യാം. ഭാവിയിൽ ഫിറൗനെയും അദ്ദേഹത്തിന്റെ സൈന്യത്തെയും നേരിടുമ്പോൾ ഇനി മറ്റെന്ത് പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടായാലും ഒരിക്കലും നിങ്ങൾക്ക് ഭയപ്പെടേണ്ടതില്ല എന്ന സൂചനയും, അങ്ങനെ രണ്ട് നിലക്കുള്ള സംഗതികളാണ് ഇവിടെ വലാ തഖഫ് എന്ന് പറയുമ്പോൾ താങ്കൾ ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുമ്പോൾ ഇവിടത്തെ ഭയപ്പാടുകൾ മാത്രമല്ല, മുന്നോട്ടുള്ള ജീവിതത്തിൽ എവിടെയും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. കാരണം നിങ്ങളുടെ കൂടെ അല്ലാഹുണ്ട്. കേവലം ഒരു മരക്കഷ്ണത്തെ ജീവനുള്ളതാക്കി മാറ്റി, വലിയൊരു സർപ്പത്തിന്റെ രൂപത്തിലാക്കി മാറ്റി, എന്നിട്ട് അത് വേഗതയിൽ ഓടുന്ന രൂപത്തിൽ ജീവനുള്ള ഒരു വസ്തുവാക്കി മാറ്റിയതൊക്കെ താങ്കൾ കണ്ടല്ലോ. അതൊരു വലിയ സഹായമാണ്, അത്ഭുതമാണ് എന്നാണ്. നമ്മുടെ ജീവിതത്തിലും ഭയങ്ങളുണ്ടാകാം. നമ്മൾ പലതിനെയും പല വിഷയത്തിലും നമ്മൾ ഭയപ്പാടോടുകൂടി ജീവിക്കുന്നുണ്ടാകാം. പക്ഷെ അതിനൊക്കെ ജീവിക്കാനുള്ള, അതിജീവിക്കാനുള്ള ഒരു ശക്തി അള്ളാഹുവിന്റെ സഹായത്തോടുകൂടി നമുക്ക് നേടാൻ കഴിയണം. ആ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ഈമാനാണ്. നമ്മുടെ ഈമാനിന്റെ ശക്തി കൊണ്ട്, നമ്മൾ കൊണ്ടു നടക്കുന്ന വിശ്വാസത്തിന്റെ ശക്തി കൊണ്ട് നമ്മളെ ചുറ്റുപാടും നമ്മൾ നേരിടേണ്ടി വരുന്ന ഏത് ഭയങ്ങളെയും ഇല്ലാണ്ടാക്കാൻ, നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പ്രതീക്ഷകളെ മുഴുവനും നശിപ്പിച്ചു കളയുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഭയപ്പാടുകളുണ്ടെങ്കിൽ പടച്ചവനിൽ തവക്കുൽ ചെയ്തുകൊണ്ട്, പടച്ചവൻ എന്താണോ എടുക്കാൻ പറഞ്ഞത് അത് എടുത്തുകൊണ്ട്, പിടിക്കാൻ പറഞ്ഞത് എന്താണോ അത് പിടിച്ചുകൊണ്ട്, കൊടുക്കാൻ പറഞ്ഞത് എന്താണോ അത് കൊടുത്തുകൊണ്ട്, ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണോ അത് ചെയ്തുകൊണ്ട് നമുക്ക് അള്ളാഹുവിന്റെ സഹായം, ആ ഭയപ്പാടിൽ നിന്നുള്ള മോചനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്ന ഒരു ചിന്ത കൂടെ ഇവിടെ നമുക്ക് നൽകപ്പെടുന്നുണ്ട് എന്നാണ്. വലാ തഖഫ് എന്ന് പറഞ്ഞപ്പോ മൂസാ നബി അലൈഹി സ്വലാംക്ക് ഏറെ ആശ്വാസമായി. അദ്ദേഹം അങ്ങനെ ചെയ്തു. ഇത് ഈ ആയത്ത് വെറുമൊരു ചരിത്ര സംഭവം മാത്രമല്ല കേട്ടോ, മറിച്ച് ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ, നമ്മുടെ ഭയത്തെ അതിജീവിക്കാൻ, പടച്ചവനിൽ പൂർണ്ണമായി വിശ്വസിക്കാനുള്ള ഒരു ക്ഷണമായിട്ട്, അതിനുള്ള ഒരു നിർദ്ദേശമായിട്ട് നമുക്ക് ഈ കാര്യങ്ങളെ കാണണം എന്നാണ് സൂചിപ്പിക്കുന്നത്. അവസാനിപ്പിക്കുമ്പോ ആയത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോ മൂസാ നബി അലൈഹി സ്വലാം പാമ്പിനെ കണ്ട് ഭയപ്പെട്ടു എന്നത് സ്വാഭാവികമായ ഒരു മനുഷ്യന്റെ പ്രതികരണം മാത്രമാണ്. അള്ളാഹു പിന്നീട് ആ പ്രവാചകനോട് പാമ്പിനെ പിടിക്കാൻ പറയുകയും ഭയപ്പെടേണ്ടതില്ല എന്ന ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. പടച്ചവന്റെ ഒരു പരിശീലനം ഇവിടെ നൽകിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധൈര്യം നൽകുകയാണ്. അദ്ദേഹത്തിന് അള്ളാഹുവിലുള്ള വിശ്വാസം കൂടുതൽ ഉറപ്പിക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് അവിടെ നടന്നിട്ടുള്ളത്. ആ നിലക്കും നമുക്കതിനെ കാണാൻ സാധിക്കുന്നതാണ്. മൂസാ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ ദൗത്യത്തിലേക്ക് കടക്കുമ്പോ നേരിടേണ്ടി വരുന്ന ഭയാനകമായ സാഹചര്യങ്ങളെ അദ്ദേഹം തയ്യാറെടുക്കുന്ന ഒരു വിഷയമായിട്ട് ഇതിനെ നമുക്ക് കാണാൻ സാധിക്കാമെന്നാണ് സൂചിപ്പിച്ചത്. അടുത്ത ആയത്തിലേക്ക് വരുമ്പോ ഇതേപോലെ തന്നെ മറ്റൊരു മഹാത്ഭുതം മൂസാ നബി അലൈഹി സ്വലാമൊക്കെ മോചിതത്തായി നൽകുന്ന, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വടിയാണെങ്കിൽ, രണ്ടാമത്തെ ഇനി പറയാൻ പോകുന്നത് അദ്ദേഹത്തെ കൈ തന്നെയാണ്, കൈ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിലുള്ള ഒരവയവം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതൊരു മോചിതത്താക്കി മാറ്റിക്കൊണ്ട് എങ്ങനെയാണ് പ്രബോധനത്തിൽ ഇറങ്ങേണ്ടത് എന്ന കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. ഇവിടെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കേവലം ഒരു മരക്കഷ്ണം
അതിനെ ഈ മഹാത്ഭുതത്തിലൂടെ മോചിതത്ത് കാണിച്ചു നൽകിക്കൊണ്ട് അള്ളാഹു പ്രബോധനത്തിനു വേണ്ടി നിയോഗിക്കുന്ന അത്യുക്തമായ വളരെ ഗംഭീരമായ ഒരു വിഷയമാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത്. ഇതുകൊണ്ട് ഒന്നും തീരുന്നില്ല. മൂസാ നബി അലൈഹി സ്വലാമയുടെ ആ വഴിയും അത് അവിടെ ഉണ്ടാകുന്ന മറ്റ് സംഭവവികാസങ്ങളും ഒക്കെ നമ്മൾ വിശദീകരിക്കുമ്പോൾ അതുകൊണ്ട് തീരുന്നൊരു സംഗതിയല്ല. അത് നമ്മളെ ആ ആദ്യ നിമിഷത്തിൽ അന്ന് അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിൽ സംഭവിച്ച സംഭവവികാസങ്ങളെ സംബന്ധിച്ച് മാത്രമാണ് നമ്മൾ വിശദീകരിച്ചു പോയത്. പിന്നീട് ആ വടി കൊണ്ടുണ്ടായ നേരത്തെ പറഞ്ഞതുപോലെ 12 അരുവികൾ ഉണ്ടാകുന്നത്, സമുദ്രം പൊട്ടി പിളർന്ന് മാറി നിൽക്കുന്നത്, അതിന് ഫറവോയുടെ കൊട്ടാരത്തിൽ നിന്ന് അത് ഉഗ്രസർപ്പമായി മാറുന്നത്, അതുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് തുടർന്ന് വരുന്നതേ ഉള്ളൂ. കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും പരിശുദ്ധ ഖുർആനിനെ കൂടുതൽ ചിന്തകളോടുകൂടി അതിനെ കൃത്യമായി മനസ്സിലാക്കാൻ, പഠിക്കാൻ, ആയത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിന് പാഠമായി തീരാനൊക്കെ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തന്നെ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ എന്നും അള്ളാഹുവിന്റെ റഹ്മത്തും ബർക്കത്തും അള്ളാഹു എല്ലാ സന്ദർഭങ്ങളിലും നൽകുമാറാകട്ടെ. അള്ളാഹുവെ ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ സഹോദരങ്ങളിലും ഞങ്ങളുടെ മാതാപിതാക്കളിലും ഞങ്ങളുടെ എല്ലാവരിലും നീ എന്നും നന്മയും എല്ലാവിധത്തിലുള്ള പുണ്യങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകണേ. ജോലി പ്രയാസപ്പെടുന്നവർക്ക് അവരുടെ ജോലി നൽകി അവരെ നീ അവർക്ക് ജീവിതത്തിൽ എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകണേ. ഖുർആനോട് കൂടുതൽ സ്നേഹം കാണിക്കാനും അത് ജീവിതത്തിൽ പകർത്തുന്ന രൂപത്തിലുള്ള പഠനവും ചിന്തയും കാര്യങ്ങളും ഒക്കെയായി അതിന്റെ കൂടെ ജീവിതകാലം മുഴുവനും മുന്നോട്ട് പോകാനും അള്ളാഹുവെ ഞങ്ങളെ നീ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകണേ. നിന്റെ പരിശുദ്ധ ഖുർആന്റെ പഠനവും ചിന്തയും ആ കാര്യങ്ങളുമൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിന് എന്നും കൺകുളിർമയായി സന്തോഷമായി നീ നിലനിർത്തുമാറാകണേ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين وجزاكم الله خيرا.